എല്ലാവർക്കും സെക്കൻഡ്. അപ്പോൾ ഞാൻ നിങ്ങളൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു ഐലൻഡ് ഉണ്ടായിരുന്നു, മെർസി ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. സോ അതിന് നടുക്ക് ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ കടൽപ്പാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എല്ലാവരും സൈഡിലൊക്കെ ഇങ്ങനെ ചൂണ്ടയൊക്കെ കൊണ്ടിരിക്കും. ഞങ്ങൾ ഓർത്ത് ഇതിന് ഇത്ര മാത്രമേ ഇവിടെ മീൻ പിടിക്കാൻ പറ്റും, മീൻ പിടിക്കാൻ ലൈസൻസ് ഒക്കെ വേണ്ടതെന്ന് ഓർത്ത്. പിന്നെയാണ് മനസ്സിലായത് ഇവർ മീനെ അല്ല ഗൈസ് പിടിച്ചുകൊണ്ടിരുന്നത്, ഇവർ ഞണ്ടിനെയാണ് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, എന്താണെന്ന് പറയും, ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നല്ലേ, എന്തായാലും ഞണ്ട് നല്ല ടേസ്റ്റുമാണ്, പിന്നെ ഇവിടെ അത്യാവശ്യം വിലയുമാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ എന്താണെങ്കിലും ഞണ്ട് പിടിച്ചിട്ടേ ഉള്ളൂ എന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ ഇതിന് വേണ്ടിയുള്ള ആയുധങ്ങളും കാര്യങ്ങളൊക്കെ നല്ല പൈസ മുടക്കി അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങ് പിടിക്കാൻ തുടങ്ങി. ഏകദേശം 1.5 ബക്കറ്റോളം ഞങ്ങൾ നിറച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ശരിക്കും പറയുന്നത് ഇതിന് കഴിക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റത്തില്ല, അതിനെ അവിടെ തന്നെ ഇറക്കി വിടണമെന്നുള്ളത്. എന്തേലും ആട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ വെച്ച് പിടിക്കലൊന്നും നിർത്തിയില്ല കേട്ടോ, പിന്നെയും കുറേയൊക്കെ പിടിച്ചു. അങ്ങനെ അവസാനം ഇതുങ്ങളെല്ലാം കൂടെ അങ്ങ് ഇറക്കി വിട്ടു. എന്തൊക്കെ പ്രതീക്ഷയോടെ പിടിച്ചതാണെന്നറിയാവോ. എന്തായാലും അതുങ്ങൾ പോയി ജീവിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഒരു സമയം പോകാൻ പറ്റിയൊരു ഏർപ്പാടായിരുന്നു. പിന്നെ ഞണ്ട് കറി കഴിക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം. ആ പോട്ടെ, അത് പിന്നെ എപ്പോഴേലൊക്കെ വാങ്ങിച്ച് കഴിക്കാം. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ ഞണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.